കുംഭമേള ഭാരതപ്പുഴയുടെ തീരത്ത് നടക്കുന്നതിന് എതിരെ സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുക. പക്ഷേ ഞാൻ ഈ സാധു ആനന്ദവനം സ്വാമിയായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തുടക്കത്തിലെല്ലാം അനുകൂലമായിരുന്നു. അനുമതി പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ കണ്ടു, പഞ്ചായത്തിനെ കണ്ടു, മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. KSRTC 15-ാം തീയതി മുതൽ സ്പെഷ്യൽ സർവീസുകളും അനൗൺസ് ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് വളരെ പെട്ടെന്ന് കുംഭമേളയ്ക്ക് നിരോധനം എന്ന് പറയുന്ന, അത് നിർമ്മാണ പ്രവർത്തനമൊന്നും നടത്തണ്ട എന്ന് പറഞ്ഞുള്ള ഒരു ഉത്തരവ് റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്ത് വരുന്നത്, കളക്ടറുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇത് ശ്രദ്ധിച്ചായിരുന്നോ? ശ്രദ്ധിച്ചു. അത് സ്വാഭാവികമാണോ? അത് സർക്കാർ അറിഞ്ഞു ചെയ്യുന്നതായിരിക്കുമോ? സർക്കാർ ഇപ്പം ചെയ്യുന്ന എന്ത് പ്രവൃത്തി എടുത്ത് നോക്കിക്കൊള്ളുക. അതിനിപ്പം പിന്നെ സ്ത്രീ പീഡന കേസിൽ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നതായിക്കോട്ടെ, ഏത് നടപടികളായിക്കോട്ടെ, അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിന് തങ്ങൾക്ക് എങ്ങനെ ഗുണം ആകും എന്നുള്ളത് കണ്ടിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു വെടിക്ക് രണ്ട് പക്ഷിയിടാം എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇത് മലപ്പുറം ജില്ലയിലാണ് നടത്തുന്നത്. ഇതൊരു അധികം വിശാലമായ സ്ഥലമൊന്നും അല്ലല്ലോ. അപ്പോൾ അവിടെ ഈ തൊട്ട് മുമ്പ് മറ്റൊരു സമുദായത്തിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ ഇത് വളരെയധികം ഈ പറഞ്ഞ പോലെ ആൾക്കാർ ശ്രദ്ധിക്കുന്നു. ഇപ്പം നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. അപ്പോൾ ഈ കുംഭമേള എന്നുള്ളത് തന്നെ വാസ്തവത്തിൽ കുംഭമേള കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിൽ ഇങ്ങനെ ഈ നമ്മുടെ ചാനലിലാണ് ആനന്ദവനം സ്വാമി ആദ്യമായിട്ട് അനൗൺസ് ചെയ്തത്, പ്രഖ്യാപിച്ചത്. അപ്പോൾ അത് ഈ ഒരു നാവാമുകുന്ദ പ്രത്യേക സ്ഥലമാണ്, തിരുനാവായ പ്രത്യേക സ്ഥലമാണ്. തിരുനാവായ പഴയ ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ മലപ്പുറം ജില്ലയിൽ ഈ കുംഭമേള നടക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അത് സ്വാമിമാരുണ്ട്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഇരിക്കുന്ന പുരോഗമന സർക്കാർ എന്നാണ് വയ്പ്. അപ്പോൾ അവർക്ക് ഈ സ്വാമിമാരെ മറ്റൊരു കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ഒരു എന്താ പറയുക, ഒരു അലർജിയൊക്കെ തോന്നിക്കൂടായേ ഇല്ല. കാരണം CPM-കാരല്ലേ. അപ്പോൾ അവിടെ നിന്നുള്ള പ്രാദേശികമായ സമ്മർദ്ദം ചിലപ്പോൾ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ ഇത് പെട്ടെന്ന് ഇത് ഒരു പൊതുജന ശ്രദ്ധ പിടിച്ചു പറ്റിയ സമയത്ത് ഇതൊന്ന് നിരോധിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ട് രീതിയിൽ ഗുണം ചെയ്യും. ഒന്ന്, ഈ സന്യാസിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കുംഭമേള ഒരു പക്ഷേ 250 വർഷത്തിന് ശേഷമൊക്കെ ആദ്യമായിട്ട് നടക്കണമെന്നുള്ളൊരു പറയുന്ന സാധനം. രണ്ടായാലും ഈ കുംഭമേള ഇപ്പോൾ കഴിഞ്ഞ ഈ ഒടുവിലത്തെ നമ്മുടെ പ്രയാഗ് കുംഭമേളയ്ക്ക് ശേഷം ഈ കുംഭമേള കേരളത്തിൽ വളരെ പോപ്പുലറായി. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നതുപോലെ ആ കുംഭമേളയായിട്ട് ബന്ധപ്പെട്ട ചില പിന്നെ സംവാദങ്ങളും അല്ലെങ്കിൽ വിവാദങ്ങളും ഒക്കെ ഇപ്പോഴും പൂർണ്ണമായിട്ട് കെട്ടടങ്ങിയിട്ടുമില്ല. അപ്പോൾ അതിന് മുമ്പ് തന്നെ കേരളത്തിലേക്കൊരു കുംഭമേള വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആൾക്കാരിലൊരു കൗതുകം ഉണ്ടാവും. കൗതുകത്തിനപ്പുറം തന്നെ ഈ പറഞ്ഞതുപോലെ ഈ സംഗമത്തിന് തിരുനാവായയുടെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ കൂടുതൽ അവിടെ വരികയും ചെയ്യും. ഇങ്ങനെ ഒരു ജനശ്രദ്ധയിലേക്ക് വന്ന സമയത്താണ് സർക്കാർ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് അമ്മ കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിന് തടസ്സമായി. കാരണം ആ ഒരു പാലം നദി കുറുകെ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അതിപ്പോൾ എല്ലായിടത്തും ഉണ്ട്. അതിപ്പോൾ നമ്മൾ പ്രയാഗിൽ പോയാലും ഉണ്ട്, മാരാമണ്ണിന് പോയാലും ഉണ്ട്, തിരുനാവായാലും. മാരാമണ്ണിലൊക്കെ പെർമനന്റ് സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കരിങ്കല്ലും കോൺക്രീറ്റും കൊണ്ട്. അതെ. അപ്പോൾ ഇതെല്ലായിടത്തും നദിയിൽ ഈ മണപ്പുറത്ത് നടക്കുന്ന ഇത്തരം മേളകൾ നടക്കുന്ന സ്ഥലത്തെല്ലാം ഇത്തരം പാലങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. ആലുവയിൽ ഉണ്ടാവുന്നുണ്ട്. ആലുവയിൽ പിന്നെ താൽക്കാലിക പാലം മറ്റു സ്ഥിരം പാലമാക്കി. ഇപ്പം സ്ഥിരം പാലമാക്കി. പണ്ട് നേരത്തെ ആലുവ പിന്നെ ഒരു താൽക്കാലിക പാലമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാ മണപ്പുറങ്ങളിലും ഈ നദികളുള്ള സ്ഥലങ്ങളിൽ ഇത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റോപ്പ് ചെയ്ത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പിന്നെ ഈ കുംഭമേള അത് നടത്താൻ അനുവദിക്കത്തില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് സർക്കാർ നീങ്ങുന്നു. ഫലത്തിൽ അതാണ്. അപ്പോൾ ഇത് വരുന്ന സമയത്ത് ഈ ഒരു പടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞു. അത് ഒന്നത് മലപ്പുറത്താണ് നടക്കുന്നത്. മലപ്പുറത്തെ ഭൂരിപക്ഷ സമുദായത്തിന് ഇത് കൊള്ളാം, സർക്കാർ നല്ലൊരു. അല്ല, ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടു. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള മലപ്പുറം ജില്ലയിലാണോ ഈ ഹിന്ദുക്കളുടെ ഈ മേള നടത്തുന്നത് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ അല്ല, മുസ്ലിങ്ങൾ ഭൂരിപക്ഷം ഉള്ളിടത്ത് ഹിന്ദുവിൻ്റെ ആരാധന പാടില്ല, വിശ്വാസങ്ങൾ പാടില്ല എന്നാണ് അവർ പറഞ്ഞു. അതൊക്കെ സ്വാഭാവികമല്ലേ. അപ്പം നമ്മുടെ കേരളത്തിലെ അന്തരീക്ഷം അതിന് വളരെ പക്വമായിരിക്കുന്ന പാകപ്പെട്ടു പോയ സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇത് നിരോധിച്ചു കഴിഞ്ഞാൽ ഈ മുസ്ലിം വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു സപ്പോർട്ട് കിട്ടും എന്നൊരു ധാരണ സർക്കാരിനുണ്ടാവും. അതോടൊപ്പം തന്നെ ഇത് നിരോധിച്ചു കഴിഞ്ഞാൽ
ഇപ്പം നിരോധിച്ചത് കൊണ്ടാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതെ അതെ അല്ലേ? കേരളം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല, രണ്ടായാലും ഈ നിശ്ചയിച്ച സമയത്ത് പരിപാടി നടക്കും. പരിപാടി നടക്കുമെന്ന് ഇതിൻ്റെ സംഘാടകർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് വന്നുപോയി അല്ലേ? ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി അങ്ങോട്ട് വളരെ ഇതെന്താണ്, എങ്ങനെയാണ് ആളിക്കത്തുന്നത് എന്നുള്ളതാണ് ആൾക്കാർ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് വരുന്ന സമയത്ത് ഇതിൻ്റെ പിന്നെ ഒരു തീർച്ചയായിട്ടും ഈ പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ ഇപ്പം മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, ഇപ്പോൾ ബി ജെ പി അതല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദി ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ ഇതിന് പിന്തുണയായിട്ട് വന്നു കഴിഞ്ഞു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജനറൽ സെക്രട്ടറി നമ്മുടെ വന്നു കഴിഞ്ഞു. ഹിന്ദു ഐക്യവേദി വന്നിട്ട് പറഞ്ഞു കേരളം അങ്ങോട്ട് ഒഴുകും എന്നാണ് പറഞ്ഞത്. അതെ. അപ്പോൾ ഈ രീതിയിൽ വന്നപ്പോഴത്തേക്ക് ഒരു ഹിന്ദു കൺസോളിഡേഷൻ ഒരു ഭാഗത്ത് വരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് മുസ്ലിങ്ങളുടെ ഒരു കൈയടി വാങ്ങുന്നു, അതേ സമയത്ത് ഒരു ഹിന്ദു കൺസോളിഡേഷൻ വരും. ഹിന്ദുക്കളുടെ എതിർപ്പല്ലേ കിട്ടുക? എതിർപ്പാണെങ്കിലും തിരുനാവായിലേക്ക് ഹിന്ദുക്കൾ ഒഴുകുന്ന ഹിന്ദു പിന്നെ സംഘടനകളുടെ നേതൃത്വത്തിൽ ആൾക്കാർ ഒഴുകുന്നല്ലേ പറയുന്നത്. അതെ, അങ്ങനെ വരുമ്പോൾ പിണറായിയോട് ഹിന്ദുക്കൾക്ക് വിരുദ്ധം ഉണ്ടാവും. പിണറായിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോയ ഹിന്ദു വോട്ടുകൾ വീണ്ടും ചോർന്നു പോകത്തില്ലേ? ചോർന്നു പോകും, പക്ഷെ അത് ചിലപ്പോൾ ബി ജെ പിയിലേക്ക് പോകും. അപ്പോൾ ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി പിണറായി ചെയ്താണ്. അപ്പോൾ ഒരു ത്രികോണ മത്സരം വരില്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്ക് ത്രികോണ മത്സരം വരുമ്പോഴത്തേക്ക് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി എന്നുള്ളത് ഇപ്പോഴും CPM തന്നെയാണ്. അല്ല, ത്രികോണ മത്സരം അല്ലേ ഇപ്പോഴും കേരളത്തിൽ 10-35 ത്രികോണ മത്സരമാണ്. ആ ത്രികോണ മത്സരം വരുന്ന സമയത്ത് ഈ സ്വാഭാവികമായിട്ടും കുറച്ച് ആൾക്കാർ ഒരു BJPക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ BJPക്ക് കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ആ സാധ്യതയുള്ള ഇപ്പം തന്നെ 11 മണ്ഡലങ്ങളിൽ അങ്ങ് പറഞ്ഞു വരുന്നത് BJPയെ ജയിപ്പിക്കാൻ വേണ്ടി പിണറായി ചെയ്ത ഒരു സർജിക്കൽ സ്ട്രൈക്കാണ്. സർജിക്കൽ സ്ട്രൈക്കും കൂടെ അതിൻ്റെ പിന്നിലുണ്ട്. BJPക്ക് കുറേ സീറ്റ് കിട്ടട്ടെ എന്ന് പിണറായി തീരുമാനിക്കുന്നു. അത് അവർ തമ്മിലുള്ള ഒരു ധാരണയായിട്ട് മാറുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം പിന്നെ വലിയ അപകടകരമായ ഒരു നിരീക്ഷണമാണ്. അല്ല, ഇത്തരത്തിലുള്ള കാരണം രാഷ്ട്രീയമല്ലേ, തങ്ങൾക്ക് ദോഷമുണ്ടാവുന്ന രീതിയിലാണ് ഇത് ചെയ്യില്ല. ഇതിപ്പോൾ ചില മണ്ഡലങ്ങളിൽ BJP ജയിക്കണം എന്ന് CPMന് ആഗ്രഹമുണ്ട്. അത് ഉറപ്പാണ്. അത് ജയിച്ചു കഴിഞ്ഞാൽ എത്ര സീറ്റുകൾ കാണും? അങ്ങനെ അവർക്ക് ഒരു 5-നും 8-നും ഇടയ്ക്ക് സീറ്റ് കിട്ടുകയാണെങ്കിൽ BJPക്ക് വലിയൊരു നേട്ടമായിരിക്കും. ചിലപ്പോൾ ഹങ് അസംബ്ലിയും വരും. ഹങ് അസംബ്ലി, അതാണ് ഞാൻ പറഞ്ഞ സാധനം. അതുണ്ടാക്കിയെടുക്കുക എന്നുള്ള അങ്ങനെ വന്ന CPMന് എന്താ ഗുണം? അല്ല, അതിനടുത്ത ഘട്ടമല്ലേ. BJPയുടെ MLAമാർ CPMന് വോട്ട് ചെയ്യുമോ? അത് അടുത്ത ഘട്ടമാണ്. അത് അടുത്ത എന്ത് വരും എന്നുള്ളൊരു സംഗതിയുണ്ട്. രണ്ടായാലും കോൺഗ്രസ്സിന് ബുദ്ധിമുട്ടാവില്ലേ, ഇല്ലേ? അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വരുന്ന തിരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇതിലിപ്പം പിന്നെ BJP ഇപ്പം തിരുവനന്തപുരത്ത് നേമത്ത് മത്സരിക്കുന്ന ചന്ദ്രശേഖർ പറഞ്ഞു കഴിഞ്ഞു. അതോടുകൂടി പിന്നീട് ശിവൻകുട്ടി അവിടെ നിന്ന് മാറുന്നു എന്നുള്ള ഒരു സംഗതി വന്നു, അല്ലേ? കാരണം നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചു കഴിഞ്ഞാൽ ജയിക്കുമെന്നുള്ളൊരു ധാരണ പിന്നെ ഇടതു മുന്നണിയിലും വലത് UDFനകത്ത് ഉണ്ടായതിൻ്റെ പേരിലാണ് ഈ ശിവൻകുട്ടി അവിടെ നിന്ന് മാറണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നീട് അദ്ദേഹം പിന്നീട് തിരുത്തിയെങ്കിൽ പോലും. അപ്പോൾ അത് രാജീവ് ചന്ദ്രശേഖരോടെ മത്സരിക്കുകയാണെങ്കിൽ ജയിക്കും എന്നുള്ളൊരു ധാരണ അടിസ്ഥാനത്തിലാണ്. അപ്പം നിയമം ചിലപ്പോൾ ജയിച്ചേക്കാൻ സാധ്യതയുണ്ടാവും. അതുപോലെ വട്ടിയൂർക്കാവ്, അങ്ങനെ പല മണ്ഡലം. ഉദാഹരണത്തിന് തിരുവനന്തപുരം ജില്ലയിലെ 4-5 സീറ്റുകൾ BJPക്ക് ജയിക്കാം. അത് അവർ കണക്കൂട്ടുന്നുണ്ട് സാർ. ഇപ്പോൾ പിന്നെ മുരളീധരൻ മത്സരിക്കുന്ന മണ്ഡലം, ഇതൊക്കെ അവർ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിയുകയും ചെയ്തു. പാലക്കാട് ജില്ലയിൽ പോലും മഞ്ചേശ്വരത്ത് പോലും സാധ്യതയുണ്ട്. 40,000-ൽ പരം വോട്ടുകൾ BJPക്കുണ്ട്. തീർച്ചയായിട്ടും ഒരു 11 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് 11 മണ്ഡലങ്ങളിൽ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷമുണ്ട്. 15ഓളം 36 സീറ്റുകളിൽ BJPക്ക് 35,000-ന് മേൽ വോട്ടുകൾ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു കൺസോളിഡേഷൻ വീണ്ടും ശക്തമായിട്ട് വരും. അത് വരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ BJP ജയിക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ അതനുസരിച്ചിട്ടായിരിക്കും CPMൻ്റെ കാൻഡിഡേറ്റ്സ് വരിക. കാര്യം ദുർബലരായ സ്ഥാനാർത്ഥികൾ നിർത്തുന്നതാണോ പറയുന്നത്? ചിലപ്പോൾ ദുർബലരായ സ്ഥാനത്തിലായിരിക്കും നിൽക്കുന്നത്. ചിലപ്പോൾ അവർ അതുപോലെ തന്നെ ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ് ചിലപ്പോൾ ഉണ്ടായിക്കൂടായില്ല. CPMഉം BJPയും തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം കേരളത്തിൽ ഈ കണ്ണൂർക്കാരിൽ ആരുടെയൊക്കെ തലയാണ് അവരുടെ കഴുത്തിൻ്റെ മുകളിൽ ഉള്ളതെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ പിന്നെ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടില്ല.
അത് ശ്രീഎമ്മൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അല്ലേ? നടത്തിയിട്ടുള്ള ഒരു അപ്പൊ ധാരണ എന്ന് ലീഡേഴ്സ് പറയുന്നത്. ധാരണയായി കഴിഞ്ഞു. RSSഉം അല്ല അത് ആർ എസ് എസിനെ സംബന്ധിച്ച് ആർ എസ് എസ് അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾ എടുത്ത നിലപാട് ആ. കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ്, വേറെ ആരും മരിക്കത്തില്ല. അതെ. അതുകൊണ്ട് സി പി എമ്മുകാരനാണെങ്കിലും ഒരു ഹിന്ദു ആണ് അല്ല, ഞാൻ എന്നുള്ള അവിടെ രണ്ടുപേരും ധാരണയിലേക്ക് വന്നു. ഉം. CPMന്റെ മുഖ്യമന്ത്രി ഒരു ധാരണയിലേക്ക് വരാൻ തയ്യാറായി. ഉം. ഇപ്പം RSSനകത്ത് പങ്കെടുത്തതിനുള്ള ഉപരി CPMന്റെ മുഖ്യമന്ത്രി RSSുമായിട്ടൊരു ധാരണയ്ക്ക് തയ്യാറായി. ഉം. ഇത് നമ്മൾ കാണാതെ പോകരുത്. ഉം. അതേപോലെ തന്നെ പിന്നെ PM ശ്രീ ഉം. പോയി ഒപ്പിട്ട കാര്യം ഉം. അല്ലേ? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജ്യസഭയിൽ പറഞ്ഞ സംഗതി, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ സ്റ്റേറ്റ്മെന്റ് ഞെട്ടിച്ചിടഞ്ഞു അല്ലേ? വളരെ വ്യക്തമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ബ്രിട്ടാസ് ആയിരുന്നു അതിന് ഇടനിലനിന്നത്, ഇടനില ബ്രിഡ്ജായിട്ട് ബ്രിഡ്ജായിട്ട്. പ്രവർത്തിച്ചത്. അപ്പോൾ ഇത്തരം സംഗതികളൊക്കെ മാത്രമല്ല, ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ കേരള ഹൗസിൽ നിർമ്മലാ സീതാരാമനുമായി ഇഡ്ഡലി കഴിക്കാൻ പോകുന്നു ഗവർണർ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഗതി നമ്മുടെ ഇവിടെ നമ്മൾ അല്ല, കുംഭമേളയ്ക്ക് കൊടി ഉയർത്തുന്നത് ഗവർണറാണ്. ഉം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇപ്പോൾ കുംഭമേളയും ഈ പറഞ്ഞതുപോലെ തികച്ചും 100% ഒരു ആധ്യാത്മികമായ സംഭവം അല്ലാതായി മാറിക്കഴിഞ്ഞു. അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പും കേരളത്തിലെ രാഷ്ട്രീയവുമായിട്ടും അത് കണക്റ്റഡ് ആയിട്ട് വന്നു. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള ഒരു സംഗതി ഇതിനകത്തൂടെ സാധ്യമായേക്കാം. കുംഭമേള നടക്കുകയും ചെയ്യും. കാരണം അത് അവിടെ അവിടത്തേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ വന്നാൽ അവരെ തടയാനൊന്നും കഴിയില്ല, ആർക്കും തടയാൻ കഴിയില്ല. പക്ഷെ എനിക്ക് അത്ഭുതം തോന്നിയത്, ഞാൻ പ്രതീക്ഷിച്ചു ഈ കുംഭമേള നിരോധിച്ചുകൊണ്ടുള്ള വാർത്ത പുറത്തു വരുമ്പോൾ ആദ്യം അതിനെ എതിർക്കാൻ പോകുന്ന ലീഗായിരിക്കും ഞാൻ കരുതി. അങ്ങനെയല്ല, ഇതിവിടെ നടക്കണം, പിണറായി ചെയ്യുന്നത് ശരിയല്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. പക്ഷേ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു പ്രസ്ഥാനം വന്നു. അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതായിരുന്നു. അതല്ലേ കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടെ വേണ്ടത്. മുസ്ലിം ലീഗ് അങ്ങനെ ഒരു പ്രസ്ഥാനം ഇറക്കേണ്ടത്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ അത് ഇറക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ നിലനിൽപ്പ് ബുദ്ധിമുട്ടിലാവും. കാര്യം അതുകൊണ്ട് തന്നെയാണ്, അതാണ് ഇപ്പം CPM വരുന്ന തിരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ പോകുന്ന വലിയൊരു ആയുധം എന്ന് പറയുന്നത്. കാര്യം UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നു. അപ്പോൾ മുസ്ലിം ലീഗിനും ആ ഒരു ദൗർബല്യമുണ്ട്, വ്യക്തമായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഇടതുമുന്നണിയുടെ അല്ലെങ്കിൽ CPMന്റെ മുഖ്യ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്ന അജണ്ട എന്ന് പറയുന്നത് UDF വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി കേരളം ഭരിക്കും. ബാബറി മസ്ജിദ് പൊളിഞ്ഞു വീണതിന് ശേഷം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം എടുത്ത നിലപാടുണ്ട്, വളരെ പക്വമായ നിലപാടായിരുന്നു. പക്ഷെ അതുപോലെ വളരെ പക്വമായ നിലപാടെടുക്കാൻ പറ്റുന്ന നേതൃത്വം ഇപ്പോൾ ലീഗിനില്ല. ഉണ്ടെങ്കിൽ ഇത് രാഷ്ട്രീയമായി ലീഗിനും വലിയ മൈലേജ് കിട്ടുമായിരുന്നു. കുംഭമേള നടക്കട്ടെ, ഞങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്യുന്നു പറ്റുന്ന അവസ്ഥയിലല്ല ഇന്ന് മുസ്ലിം ലീഗും കേരളത്തിലെ അന്തരീക്ഷവും. ലീഗ് ആരുടെ തടവിലാണ്, അതും നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. പണ്ട് ബാബറി മസ്ജിദ് നടന്നപ്പോഴത്തേക്ക് വളരെ ഉദാത്തമായൊരു നിലപാടാണ് മുസ്ലിം ലീഗ് എടുത്തത്. ഇപ്പം തളിയിൽ ക്ഷേത്രത്തിന് തീ വെച്ചപ്പോഴോ ആദ്യം അവിടെ ഓടിച്ചെന്നത് പണക്കാട് തങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ അല്ല, കേരളത്തിലെ ഈ മുസ്ലിം ലീഗിനെ നമ്മൾ അതിൻ്റെ പേരിൻ്റെ കൂടെ മുസ്ലിം ഉണ്ടെങ്കിൽ പോലും ഒരു മതേതര സ്വഭാവം വളരെയധികം ഇപ്പം പോലും പൂർണ്ണമായിട്ട് പോയിട്ടില്ല. ഇപ്പം പോലും മുസ്ലിം ലീഗിൻ്റെ മതേതര സ്വഭാവം പൂർണ്ണമായിട്ട് പോയിട്ടില്ലെന്ന് മാത്രമല്ല, അവർ വല്ലാണ്ട് ഞെരുങ്ങുകയും ചെയ്യുന്നുണ്ട് പല സന്ദർഭങ്ങളിലും. ഇപ്പം ഇത്തരത്തിലൊരു സംഗതി ഇപ്പം തിരുനാവായിൽ ഇത് നിരോധിച്ച സമയത്ത് മുൻപത്തെ ലീഗ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കിൽ പരസ്യമായിട്ട് ഇത് തടയേണ്ട ആവശ്യമില്ല, ഇത് എല്ലാവർക്കും നടത്താവുന്ന സംഗതിയാണ് എന്ന് ഒരു പക്ഷേങ്കിൽ ലീഗ് പ്രസ്ഥാനം ഇറക്കും. അല്ല, ലീഗ് പണ്ട് ഒരു മതത്തിൻ്റെ ലേബലുള്ള മതരഹിത പാർട്ടിയായിരുന്നു. കാരണം കച്ചവടം മാത്രമായിരുന്നു താല്പര്യം. അത് തീർച്ചയായിട്ടും വ്യാപാര താല്പര്യങ്ങളായിരുന്നു. മാത്രമല്ല, കേരളത്തിന്റെ പൊതുസമൂഹവുമായിട്ട് ഇഴുകിച്ചേർന്ന ഒരു രാഷ്ട്രീയ സ്വഭാവമായിരുന്നു മുസ്ലിം ലീഗിനുണ്ടായിരുന്നത്. നമ്മൾ രണ്ടൊരു മാധ്യമ പത്രത്തിലുണ്ടായിരുന്നവരാണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ ലീഗിലെ ഏറ്റവും മതേതരനായ നേതാവായിട്ട് ഞാൻ കാണുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി സെക്കുലറാണ്, സംശയമില്ലാത്ത കാര്യം. അതേസമയം വേറെ ചില ആളുകൾ മതേതരൻ എന്ന് കരുതുന്ന മറ്റു ചില ആളുകളുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചിരുന്നവർ ഉൾപ്പെടെയുള്ള കടുത്ത വർഗീയവാദികളാണ്. കുഞ്ഞാലിക്കുട്ടി ഇത് പക്ക ബിസിനസ്. ലീഗിനകത്ത് ഒരുപാട് ഇപ്പോൾ പോലും വളരെ ഈ മതേതരമായിട്ട് ചിന്തിക്കുന്ന, മതേതരം നല്ല വളരെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒട്ടനവധി നേതാക്കളുണ്ട്. ഇപ്പം മുനീർ, കെ മേഘാദർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വേറൊരു ലെവലുള്ള മനുഷ്യൻ, അതുപോലെ തന്നെ CH മുഹമ്മദ് കോയ, അദ്ദേഹമൊക്കെ കേരളത്തിലെ മുഖ്യമന്ത്രിയാകുമ്പോൾ ആരെങ്കിലും അദ്ദേഹം മുസ്ലിമാണെന്ന് ധരിക്കൂ? അല്ല, കുഞ്ഞാലിക്കുട്ടിക്ക് ഈ പറയുന്ന ഒന്നുമില്ല, അദ്ദേഹത്തിന് വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ്. തീർച്ചയായിട്ടും കുഞ്ഞാലിക്കുട്ടി ഒരിക്കലും ഒരു വർഗീയവാദിയല്ല, ഒരിക്കലും അല്ല. അങ്ങനെ അപൂർവം വരെ ഉള്ളൂ ഇപ്പോൾ ആ പാർട്ടിയിൽ. ഏതായാലും കുംഭമേള നടക്കും.
കുംഭമേള ഇപ്പോൾ അങ്ങയുടെ ഈ ഒരു വ്യാഖ്യാനം വളരെ കൗതുകകരമാണ്. ആലോചിച്ച് നോക്കുമ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കുമ്പോൾ വളരെ ശരിയായി വരാനും സാധ്യതയുണ്ട്. കുംഭമേള നടക്കട്ടെ. നമുക്ക് നടക്കട്ടെ. കുംഭം തിരുനാവായ മണപ്പുറത്ത് കാണാം. അതെ, ആയിക്കോട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ചാനലിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. സഹായം വേണ്ടത് വളരെ നിസ്സാരമായൊരു സഹായമാണ്. നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ IND എന്നുള്ള ആ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബാർ തെളിഞ്ഞു വരും. അതിലൊന്ന് വിരലമർത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ദയവായി നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.